ആരുടെ അമ്മയാണ് മകനെ നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞത്? എ ഇസ്മായേൽ, ബി ഇസഹാക്ക്, സി യാക്കോബ്, ഡി കയീൻ. സി യാക്കോബ്. എൻ്റെ മകനെ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞത് ആരുടെ അമ്മയാണ്? എ ശിംശോൻ, ബി മീഖാവ്, സി ഏശാവ്, ഡി യാക്കോബ്. ബി മീഖാവ്. ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ മകന് കൊടുക്കുന്നത് ആരുടെ അമ്മയാണ്? എ ശമൂവേൽ, ബി ശലോമോൻ, സി ദാവീദ്, ഡി ശിംശോൻ. എ ശമൂവേൽ. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞത് ആരുടെ അമ്മയാണ്? എ ഏശാവ്, ബി രൂബേൻ, സി ദാവീദ്, ഡി യബ്ബേസ്. ഡി യബ്ബേസ്. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് എന്ന് പറഞ്ഞതാര്? എ ദാവീദ്, ബി ശലോമോൻ, സി യെശയ്യാവ്, ഡി ശമൂവേൽ. ബി ശലോമോൻ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ള അരുളപ്പാട് അറിയിച്ച പ്രവാചകൻ? എ യെശയ്യാവ്, ബി യിരെമ്യാവ്, സി യെഹെസ്കേൽ, ഡി ഹോശേയ. എ യെശയ്യാവ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു പറഞ്ഞതാര്? എ മത്തായി, ബി യോഹന്നാൻ, സി യേശുക്രിസ്തു, ഡി പത്രോസ്. സി യേശുക്രിസ്തു. ഈ എൻ്റെ പുത്രന്മാർ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ പറഞ്ഞത് ആരുടെ അമ്മ? എ മത്തായി, ബി സക്കായി, സി സെബദി പുത്രന്മാർ, ഡി പത്രോസ്. സി സെബദി പുത്രന്മാർ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞത് ആരുടെ അമ്മയാണ്? എ പൗലോസ്, ബി നഥനയേൽ, സി പത്രോസ്, ഡി യേശുക്രിസ്തു. യേശുക്രിസ്തു. ആ വിശ്വാസം നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു എന്ന് പൗലോസ് പറയുന്നത് ആരുടെ അമ്മയെക്കുറിച്ചാണ്? എ ഒനേസിമോസ്, ബി തിമത്തിയോസ്, സി മർക്കോസ്, ഡി പത്രോസ്. ബി തിമത്തിയോസ്. കൺഗ്രാറ്റുലേഷൻസ്.